ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളുടെ ഇന്ന് ഞാനും സ്നേഹക്കുട്ടിയും കൂടെ എത്തിയിരിക്കുകയാണ്. സ്നേഹക്കുട്ടിയാണ് എൻ്റെ പാർട്ട്ണർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെയിം റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അല്ലേ സ്നേഹ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ഷനുടെ പ്രത്യേകത എന്താണ്? നന്ദിനി, ഇത് കിലുക്കത്തിലെ നന്ദിനിയുടെ ഒരു 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 വമ്പൻ സീരീസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് നന്ദിനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നന്ദിനി എത്രാമത്തെ സീരീസ് ആണ്? എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചിത്രം കഴിഞ്ഞിട്ട് നമ്മൾ നന്ദിനിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നന്ദിനിയുടെ ബാധ കയറിയിട്ടുണ്ടായിരുന്നു. അതെ, ചിത്രവും മിന്നാരത്തിന് ശേഷം നമ്മൾ നന്ദിനി, ആ കിലുക്കത്തില് നന്ദിനി ഏതൊക്കെ മൂലയിലുണ്ടോ ആ വീഡിയോസ് ആണ് നമ്മൾ കംപ്ലീറ്റ് എടുത്തത്. നന്ദിനിയുമായിട്ട് വളരെ നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് അഞ്ജു നായർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് ചെയ്യാൻ പറ്റിയതിൽ അഞ്ജു നായർക്ക് എന്ത് തോന്നുന്നു? അയ്യോ, ഭയങ്കര രസമായിട്ട് തോന്നുന്നു ശരിക്കും. അത് കാണുമ്പോഴത്തേക്ക് എന്താണ് സ്നേഹക്കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്? എക്സാക്ട് കോപ്പി കാറ്റ് അതാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും അത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതിന് ആദ്യത്തെ വീഡിയോ ഏതാണ് താങ്കളെ ഇഷ്ടപ്പെടുത്താനുള്ള കാരണം? ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഇതാണ്. അതായത് നമ്മള് പിന്നെ ഫസ്റ്റ് ഇതാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചെയ്തത് ഇതല്ല. ഫസ്റ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് തിലകനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ചെയ്തത്. ഇത് പിന്നീടാണ് ചെയ്തത്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ മുഖ്യമന്ത്രി അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആണ് എൻ്റെ അമ്മാവനെന്ന് പറയുന്നത്. അത് കണ്ടിട്ട് വരാം. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഇതായി കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറത്ത് ഒറ്റ കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എക്സാക്ട്ലി എന്താണ് ആ ഒരു ചുണ്ടൊക്കെ പോണ പോക്ക് കാണുമ്പോഴത്തേക്ക് ആ സിനിമയിലെ രേവതി ചെയ്തിരിക്കുന്നത് എക്സാക്ട് വെർഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും നമുക്കറിയാം, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്ന് തന്നെയാണ് ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. ഓവർ ടാലന്റഡ് ഗേൾ. ഈ ഒരു സംഭവത്തിലല്ലേ ആ പൂച്ചട്ടി കാണുന്നില്ല, ആ പൂച്ചട്ടിയിലെ ആ ഇലയുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിലൊരു ഇലച്ചെടിയായിരുന്നു. ഭയങ്കര കണ്ടാൽ നമ്മള് ഈ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു, പക്ഷെ അല്ല, ഒറിജിനൽ സാധനമായിരുന്നു. പിന്നെ ഈ സ്പേസ് ഇപ്പം ഇല്ല. ഈ സ്പേസ് ഇപ്പം അച്ചമ്മയുടെ റൂമാണ്. അപ്പോൾ ആദ്യം അത് നമ്മൾ കയറി വരുന്ന ഒരു റൂമായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഫോട്ടോ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു സംഭവം. പിന്നെ ഈ ഡ്രസ്സും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട് ചന്തുവും കൂടി മുംബൈയിൽ പോയപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. ഈ ക്യാപ്പ്, പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഓവർകോട്ട്, പിന്നെ അകത്തുള്ള ഇന്നറിൻ്റെ ടീഷർട്ട്, ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളായിരുന്നു. അപ്പം ഭയങ്കര രസമായിട്ടത് ചെയ്യാൻ പറ്റി. ഏത് വീഡിയോ ചെയ്താലും ആ വീഡിയോ ഇരുന്ന് കുത്തി കാണുന്ന ഒരേ ഒരാളാണ്. പിന്നെ നമുക്ക് പിന്നെ ആര് കണ്ടാലുണ്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് വീഡിയോ ഇതാണ് സെക്കൻഡ് വീഡിയോ. ആ ഒരു കോലം കരിയെല്ലാം മാറി തേച്ചിട്ട് ഇത് എന്റെ റൂമിൽ വെച്ചിട്ട് എടുത്തതാണ്. ജ്യോതിയും വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. അയ്യോ, ആ ഒരു പൊട്ടിപ്പിണ്ണ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഏതോരെ അടിക്കാൻ പിടിച്ച കമ്പാണ്. അമ്മ കഴിഞ്ഞിട്ട് ഇത് എന്നോട് പറയണം കറച്ച് ഈ ലുക്ക് കളയണ്ട, പറ്റിയതാണ് അമ്മക്ക്, ഇതാണ് ചെയ്തത്, ഇതാണ് ഞാൻ. ഭയങ്കര രസമായിരുന്നു. കുറെ കഴിയുമ്പോഴാണ് ശരിയാണ് ഇത് ചെയ്യാറുന്നല്ലേ എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്തോന്നാ? അത് പൗഡർ.
അയ്യേ ഫോണ്. ആ ഫോണെങ്കിൽ ഫോൺ. ഫോണിനെ കണ്ടറിയില്ലേ? ഇതെന്തോന്നാ? അത് വിറവ് കൊള്ളി അല്ല, കുന്തം. കുന്തം. ഇതെന്തോന്നാ? അതവിടെ വെക്കേ. മൗത്ത് ഓർഗൻ അവിടെ വെക്കേ. ഇതെന്തോന്നാ? ഇതാണോ അമ്മേന്റെ നായര്? ഇതല്ലേ അമ്മേന്റെ നായര്? അയ്യോ ഈ പാവക്കുട്ടി ഏതുവിന്റെ പാവക്കുട്ടിയാണ്. പിന്നെ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ പോയായിരുന്നു. അപ്പോൾ ഇത് മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറാണ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ കൊട്ടുപടി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. ഇത് റൂമാണ്, അത് എവിടെ വെച്ചിട്ടാണ് എടുത്തത്. ഇത് ഭയങ്കര രസമായിട്ടുള്ള കണ്ണാടി എന്താ വെക്കാൻ തോന്നിയില്ല? അതിൽ കണ്ണാടി വെക്കുന്നില്ല. ആ കണ്ണ വെച്ചില്ല. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ വെക്കുമ്പോൾ ഒരു അബ്നോർമൽ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ണാടി വെക്കുമ്പോൾ നോർമൽ അല്ലാതെ തോന്നാറുണ്ടെന്ന് പലരും പറയാറുണ്ടായിരുന്നു. വളരെ ശരിയാണ്. അപ്പൊ എനിക്കത് കുറച്ചുകൂടി ക്യൂട്ടായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഞാൻ പൈസ കൊടുത്ത് തിരിച്ചേക്കുന്നല്ലായിരുന്നു, സിൻസിയറായിട്ട് പറയുന്നതാണ്. ഇനി അവർക്ക് അടുത്ത വീഡിയോ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതി. കരയണ്ടാട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ മോളെ കയറി പുല്ലേ ഈ ഊട്ടി മുഴുവൻ എന്നെ ഓടിച്ചത്. അപ്പൊ എന്നെ ഇഷ്ടാണല്ലേ? ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഏണി എടുത്തോണ്ട് വാ, ഞാൻ ഇറങ്ങട്ടെ. ഇതെങ്ങനെ കയറി? പുറത്തൂടെ ഏണി വെച്ച് കൂറ പൊളിച്ച് മച്ചി കയറി കഴിഞ്ഞപ്പോ ഏണി താഴെ വീണു. എടുത്തോണ്ട് വാ. വാനര ജന്മം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. ഒരു കാര്യം ചെയ്യ്, ഏണി എടുക്കാനൊന്നും വയ്യ, ഇങ്ങോട്ട് ചാട്, ഞാൻ പിടിച്ചോളാം. പിടിക്കോ? പിടിക്കാം. എന്റെ പെരുമാളിക്കോട്ട് ചാട്. സത്യം? സത്യമായിട്ടും പിടിച്ചോളാം. എന്റെ ചക്കരക്കുട്ടിയല്ലേ, ചാട്. സത്യമായിട്ടും പിടിച്ചോളാം. എന്റെ ചക്കരക്കുട്ടിയല്ലേ, ചാട്. ഇത് മുകളിലായതുകൊണ്ട് മുകളില് എന്തായാലും കെയർ ചെയ്യാനായിട്ട് പറ്റൂല. കാരണം ആരെങ്കിലും വന്ന് വീണാൽ പിന്നെ റീടേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ അവന്റെ കുറച്ച് ഈ കളിക്കുന്ന സാധനങ്ങളുണ്ട്, ടെന്റും കാര്യങ്ങളും, അതിലൊരു സംഭവം കൊടുത്തു വെച്ചിട്ട് മെത്തേഡ് മണ്ടയിൽ കൊണ്ട് വെച്ച് അതൊക്കെ ചെയ്യാറില്ല. മെത്തേഡ് അകത്ത് മണ്ടയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്തൊക്കെ ഗ്രേറ്റ്. ഇത് കണ്ടിട്ട് ആരും പറയാം നിന്റെ ബുദ്ധി വിമാനം തന്നെ. ഓക്കെ, നമുക്കിനി അടുത്ത നെക്സ്റ്റ് കിട്ടുന്നേട്ടാ. കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs and ambassador കാറും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കുറെ കണ്ടിട്ടുണ്ട്. L 7 2 2 0 0 7 7 8 8. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 3 3 1 1 1. ആ അടിച്ചു പോളെ. ഇത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ ഒരു പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ടേക്ക് എടുത്ത സാധനമാണ്. ഇത് കുറച്ച് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും, ആരെങ്കിലും വന്ന് കഥ ഉറക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും, എന്നിട്ട് പിന്നെ വന്ന് അവസാനം എടുത്ത സാധനം. പിന്നെ ഞാനത് ഇതിലെവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, അതൊന്നും പിന്നെ കാര്യമാക്കില്ല. ഇനിയിപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് പിന്നെ അത് തന്നെ എടുത്തു. കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീ ആനയും അമ്പാരിയും വേണമായിരിക്കും ലോൺ കൊണ്ട് എഴുന്നള്ളാൻ. നിന്റെ വായിലെന്താ കൊടുക്കട്ടെ? ആപ്പിള് അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ നീ ഓരോന്നോരോന്നിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളൂ ഊണിന്. അല്ല ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല, ഇതും ഒന്ന് വെള്ളം കുടിച്ചാൽ മതി. വേണേ ഏട്ടനോട് തരാം. അത് നിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. ഇവിടെ ആപ്പിൾ എവിടെ? ആപ്പിൾ എവിടെ? ഞാൻ തിന്നു. ഓ, നിന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. വായി നോക്കി നിൽക്കുക, അകത്ത് എടുത്തോണ്ട് വാ. ആപ്പിളെങ്കിൽ ആപ്പിൾ മനസ്സിനെ വിശക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ തിന്നു. നിന്നോട് ആരോ എടുത്തു തരാൻ? ഒരു നേരം ഒന്നും കഴിച്ചില്ലാന്ന് വെച്ചാൽ ചത്തൊന്നും പോവില്ലല്ലോ. ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ അതുപോലെ ലൈക്ക് ആ ഒരു സീക്വൻസ് നമ്മൾ കാണുന്നത് എന്താണോ അത് റീക്രിയേറ്റ് ചെയ്ത് എക്സാക്ട്ലി സീരിയസ്ലി
എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പോൾ ഈ ഒരു സാരി ഉണ്ട്, ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ. ഈ അമ്മയുടെ സാരി എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞായിരുന്നു, അപ്പോൾ ഞങ്ങൾ 3 പേരിൽ ആരുടെ ഒരാളുടെ ചോറ് ഉതിരോ എന്തോ മേടിച്ച സാരിയാണ്. അപ്പം 10-20 വർഷത്തെ മുകളിൽ പഴക്കമുള്ള സാരിയാണ്. അതൊക്കെ അമ്മ ഭയങ്കരമായിട്ട് സാരി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആളായതുകൊണ്ട് അതൊക്കെ എടുത്തു. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ എപ്പോഴും പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നമോ ഉണ്ടായിക്കോട്ടെ, എന്ത് സ്ട്രഗിൾസോ നമ്മൾ ഫേസ് ചെയ്തോട്ടെ, ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരവും പാഴാക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വിഷമം മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ടോ കാണിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് നമുക്ക് സംഭവിച്ച ഒരു കാര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ അതേ ടൈം നമ്മൾ ചിരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണുക, അവർക്ക് ചിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് സ്വയം ചിരിക്കാൻ പറ്റുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം അടുത്ത് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ ഒരു ബിലീവാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ചിരിക്കൂ, ചിരിക്കൂ, ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഞ്ജുവിന്റെ മുദ്രാവാക്യം. അതെ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോസ് എല്ലാം കാണുന്നതും എനിക്ക് ഇതുപോലെ എന്താണ് പറയുന്നത് കമൻട്രി തരാനും ഇതുപോലെ വന്നിരുന്ന് പറയുന്ന എല്ലാ സ്നേഹക്കുട്ടിയാണ്, സ്നേഹത്തോടും താങ്ക്സ് പറയുന്നു. ഇനി നമ്മൾ എന്തായാലും മറ്റൊരു അടിപൊളി റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. നല്ല സന്തോഷമായിട്ടിരിക്കും. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.